Hey guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഗാർഡൻ ഐഡിയ ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർക്കാണിത്. അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. കാണാനും നല്ല ഭംഗി തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഹാങ്ങിങ് പ്ലാന്റ്സുകളായ ടർട്ടിൽ വെയിനും അതുപോലെ വാണ്ടറിങ് ജൂവാണ്. അപ്പോൾ ഈ ടർട്ടിൽ വെയിനൊക്കെ നല്ല രീതിയിൽ എങ്ങനെ ബുഷിയായിട്ട് വളർത്താൻ പറ്റും എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. പിന്നെ ഇതിന് വേണ്ടത് ഒരു PVC പൈപ്പാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെ ഹോളുള്ള പൈപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഹോളുള്ളത് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെറ്റൽ സ്റ്റിക്ക് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഹോളാക്കി കൊടുത്താൽ മതി. ഈ ഒരു ഭാഗത്താണ് ഞാനിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഈ മണ്ണൊക്കെ ഒന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് കിളച്ചെടുക്കണം. മണ്ണിനൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഴി എടുത്തിട്ട് അതിലേട്ട് ഈ PVC പൈപ്പ് നേരിട്ട് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു പോട്ടിലായാലും PVC പൈപ്പ് വെക്കാം. പക്ഷേ ഇത്രക്കൊരു പെർഫെക്ഷന് ഈ വർക്കിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് നേരിട്ട് തന്നെ മണ്ണിലോട്ട് കുഴിച്ചിടുന്നത്. ഇനി PVC പൈപ്പിലേക്ക് നമുക്കൊരു പോട്ടി മിക്സ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് സാധാ മണ്ണും അതുപോലെ ആട്ടും കാഷ്ടം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് ഈ PVC പൈപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയ വാണ്ടറിഞ്ച് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ഈ PVC പൈപ്പിലോട്ട് കുത്തി കൊടുക്കാം.
ഇപ്പോൾ PVC പൈപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ വാണ്ടറിഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പൈപ്പിന് ചുറ്റുമായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചിരട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവുന്നതാണല്ലോ ഈ ചിരട്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വെച്ചത്. ചിരട്ട അല്ലെങ്കിൽ കല്ല് വേണമെങ്കിലും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ആ ചിരട്ട വെച്ചിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരുന്ന ഒരു പോട്ടി മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയ വാണ്ടറിഞ്ചു ആണ് ഞാനിപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നല്ല രീതിയിൽ തന്നെ ടർട്ടിൽ വെയിനെ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ടർട്ടിൽ വെയിനൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നാൽ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടർട്ടിൽ വെയിന് ചിരട്ടയുടെ അപ്പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടില്ല. അത് വളർന്നു വരും തോറും കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാ വീഡിയോസും കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.